ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഇന്ന് ലേശം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ പോയി കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ ഇന്ന് നമുക്കിന്ന് കുറച്ച് രാവിലത്തെ കുറച്ച് വിശേഷമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചുടുകയാണ്, മിക്സി ഇട്ട് റെഡി അടിച്ചാണ്. പിന്നെ ഞാൻ വേറെ പാത്രത്തേക്കൊന്നും വെച്ചില്ല. അപ്പോൾ ഞാൻ അന്ന് അതിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കും ആയി, അങ്ങനെ ആക്കി. പിന്നെ രാത്രിക്ക് വേറെ നോക്കണം. അപ്പോൾ ഞാൻ വേഗം സാമ്പാറൊക്കെ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടിക്കണേ. പിന്നെ ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിലേക്ക് ലേശം ഗോതമ്പ് പൊടിയും പിന്നെ ലേശം മൈദമ്പാടൊക്കെ കൂട്ടിങ്ങാണ്ടാണ് ഞാൻ ചുടൽ. പിന്നെ ലേശം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിക്കണം. അങ്ങനെ ഞാൻ അതൊക്കെ ഇതൊക്കെ അയക്ക് ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഇങ്ങനെ പരത്തിയതാണ്. അപ്പോൾ ചിലർക്കൊക്കെ റെസിപ്പി അറിയാം. പിന്നെ വെറുതെ ഞാനിതിലിട്ടതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ കണ്ട് വെറുതെ എഴുതി വിട്ടാണ്ട് കാണുമ്പോൾ രസമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അത് മൂടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ വേഗം തുറന്ന് അപ്പോൾ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ മറിച്ചിടാൻ വേണ്ടി നിൽക്കുകയാണ്. ലേശതിൻ്റെ മേലെ ഞാൻ എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കൂട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ചുട്ടെടുത്ത് അങ്ങനെ പിന്നെ ഞാൻ വേഗം ഡൈനിങ് ഹാളിൽ പോയപ്പോൾ ഹസ്ബൻഡൊക്കെ നീച്ചക്കണേ. അങ്ങനെ പിന്നെ തിരുമ്പാനുള്ളതൊക്കെ ഉണ്ടായിരുന്നൊക്കെ കോണിൻ്റെ അവിടെ വെച്ചക്കണേ. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്ന് പോയാൽ നിരന്ന് പാത്രങ്ങളല്ലോ, നമ്മൾ എന്തുണ്ടാക്കിയാലും ഉണ്ടാവുമല്ലോ, നിരന്ന് കിടക്കുമല്ലോ പാത്രം. അങ്ങനെ പിന്നെ ഞാൻ കുക്കർ തുറന്നപ്പോൾ സാമ്പാറൊക്കെ റെഡി ആയിക്കണം. അതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് വേവിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കടുകും ഒക്കെ പൊട്ടിച്ചേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ സാമ്പാർ അവിടെ റെഡിയായി. പിന്നെ ലേശം ചിക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെ അത് വേഗം ഞാൻ പൊരിച്ചെടുത്ത്. അങ്ങനെ പിന്നെ ലേശം ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നുള്ള പ്ലാൻ മോനക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പൊടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ലേശം മൈദപ്പൊടിയും ലേശം റവയും കൂട്ടിങ്ങാണ്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കൽ. അപ്പോൾ അതിക്ക് ലേശം 2 ജീരകം ഇട്ടുകണേ. പിന്നെ ലേശം 2 ഏലക്കായ ഇട്ടുകൊണ്ട് ചൂടാക്കി എടുക്കണം. അങ്ങനെ അത് ചൂടാക്കി എടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രം എടുത്തുക്കണം. പിന്നെ പൊടിയിട്ട് ലേശം മൈദപ്പൊടി ഇട്ടുകണ്. പിന്നെ അതിന് ശേഷം ഞാൻ ലേശം റവയും പാടൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് റെഡിയാക്കണത്. പിന്നെ പച്ചരിയൊക്കെ കുതിർത്തിയിട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാനത് പിന്നെ പച്ചരി ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ വേഗം തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ലേശം റവ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ലേശം ശർക്കര ഒരുക്കി വെച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ പാത്രത്തേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അത് മിക്സ് ചെയ്തെങ്ങാണ്ട് മിക്സിയിൽ 2 അടി അടിക്കാച്ചിട്ട് അങ്ങനെ മിക്സിയിലേക്ക് ഇട്ടതാണ്. അങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ ലേശം ആ ജീരകം പിന്നെ ഏലക്കൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. പല രീതിയിലും പലവരും ഉണ്ടാക്കണതാണ്. ഞാൻ അങ്ങനെ വേഗം എളുപ്പത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഒന്നല്ല ഉണ്ടാക്കൽ. അങ്ങനെ പിന്നെ ഞാൻ ആ അരിച്ചെടുത്ത് അങ്ങനെ പാത്രത്തേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ലേശം അപ്പോൾ അറിയാതെ പെട്ടതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് അതിലിടണം. അപ്പോൾ ഞാൻ ബാക്കി കടിച്ചിട്ട് ഉപ്പിണ്ണത് കാണിച്ചാണ് ഇട്ടാൽ. അങ്ങനെ പിന്നെ അതൊക്കെ അടിച്ചിട്ട് പിന്നെ ലേശം കരിഞ്ജീരകം കിഴങ്ങിങ്ങാണ്ട് അതിട്ട് കൊടുത്ത് അങ്ങനെ മാവ് എത്ര തന്നെ ഉള്ളൂ അത്ര റെഡിയാക്കി എടുത്ത് അങ്ങനെ ലേശം ഓയിൽ വെച്ചങ്ങാണ്ട് ഞാൻ ലേശം തേങ്ങാക്കൊത്തൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് വറുത്തുങ്ങാണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രസമാണല്ലോ, നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിച്ചിട്ടിട്ടതാണ്. മക്കൾക്കൊന്നും പറ്റൂല, പിന്നെ മക്കൾ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്യണം. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി മാവ് റെഡിയാക്കി ചട്ടി ചൂടാക്കാൻ വെച്ചിക്കണേ. അങ്ങനെ ലേശം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ ചെയ്യുന്ന അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് മാവൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ പറയാം, കമൻ്റായിട്ട് എഴുതിയൊക്കെ അറിയിക്കുകയും. അങ്ങനെ പിന്നെ ഞാൻ മാവ് വെളിച്ചെണ്ണ ചൂടായി അങ്ങനെ ഞാൻ ലേശിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എടുത്ത കയ്യിൽ ശരിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നത്തേലൊക്കെ കയ്യിൽ മാറ്റിയിട്ടാണ്. കയ്യിലൊക്കെ ഒരുപാടൊക്കെ വയ്ക്കുമ്പോൾ നാഗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കയ്യിലൊക്കെ മാറ്റിയിട്ടാണ് ഇനി പിറ്റത്തിൽ ചൂടണത്. പിന്നെ വീഡിയോ എടുത്തിട്ടുമില്ല. ഏതായാലും ഒന്നാണ്ട് ഇതാക്കിങ്ങാണ്ട് ശരിയാവട്ടെ വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി. നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്ക് നല്ല ഇഷ്ടമായിക്കണം എന്തായാലും. മറ്റേത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണാണ്ട് ഉരക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. യൂട്യൂബിൽ തന്നെ ഒരാൾ ഉണ്ടാക്കണ കണ്ടിട്ട് അങ്ങനെ ഞാൻ റെസിപ്പി എടുത്ത് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല മയമൊക്കെ ഉണ്ട് സംഭവം കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് എല്ലാം ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളൂ.
അങ്ങനെ മറിച്ചിടുകയാണ്. പിന്നെ അത് കല്ല പൊള്ളച്ചിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വീത്തിയപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വീഡിയോ ഒക്കെ ആണോ. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ഇതിലേക്ക് കൊടുത്തത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വീഡിയോ ഒക്കെ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം.